നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വർണ്ണനാദ താളലയ വിസ്മയം തീർത്ത് കൊടകര ഷഷ്ഠി ആഘോഷിച്ചു. കൊടകരയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ പൊതു ശൌചാലയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടില്ലെന്ന് ആക്ഷേപം. മലയോര ഹൈവേ കേരളത്തിന്റെ പ്രതീക്ഷയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മറ്റത്തൂർ മുപ്ലിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വർണ്ണനാദ താളലയ വിസ്മയം തീർത്ത് കൊടകര ഷഷ്ഠി ആഘോഷിച്ചു. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെ പൂനിലർക്കാവ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച അഭിഷേക ദ്രവ്യങ്ങളുമായി കുന്നത്തൃക്കോവിലേക്ക് അഭിഷേക സംഘം പുറപ്പെടുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഭക്തജനങ്ങളുടെ അഭിഷേകങ്ങൾ നടന്നു. 10 മണി മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സെറ്റുകൾ ക്ഷേത്ര മൈതാനിയിലെത്തി. നാദസ്വരം, തകിൽ, ശിങ്കാരിമേളം, നാസിക് ഡോൾ തുടങ്ങി വിവിധ വാദ്യമേളങ്ങൾ കാവടിയാട്ടത്തിന് കൊഴുപ്പേകി. കൂടാതെ തെയ്യം പോലുള്ള നിശ്ചല ദൃശ്യങ്ങളും കാണികൾക്ക് ദൃശ്യവിരുന്നേകി. 19 ദേശങ്ങളിൽ നിന്നും കാവടി സെറ്റുകൾ ഷഷ്ഠി ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാത്രിയിലും പകല് നടത്തിയതിന്റെ ആവർത്തനമുണ്ടായിരിക്കും. മുഖ്യമന്ത്രിയുടെ 12 പരിപാടികൾ ഉൾപ്പെടുത്തി കൊടകരയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ പൊതു ശൌചാലയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ലെന്ന് ആക്ഷേപം. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഈ പദ്ധതി. അന്ന് ഉദ്ഘാടന സമയത്ത് മന്ത്രി പറഞ്ഞത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രമായിരിക്കും എന്നാണ്. പക്ഷേ ഇത്രയും നാളുകളായിട്ട് ഇതിൻ്റെ ടോയ്ലറ്റ് സംവിധാനം പൊതുജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ പഞ്ചായത്ത് തുറന്നു കൊടുത്തിട്ടില്ല. കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊടകര ഗാന്ധിനഗറിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ പൊതു ശൌചാലയമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും പൊതുജനങ്ങൾക്കായി ഇതുവരെ തുറന്നുകൊടുക്കാത്തത്. ഷഷ്ഠി പോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് പോലും നിരവധി ജനങ്ങളാണ് കൊടകരയിൽ എത്തുന്നത്. ഇത്തരത്തിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. നമ്മളെ ഇപ്പോൾ ഇന്നലെയും വന്നു, ഇന്നും വന്നു. ബേസനിലും വെള്ളമില്ല, ബാത്റൂമിലും വെള്ളമില്ല. ബാത്റൂമാണെങ്കിൽ പൂട്ടിയിട്ടേക്കുക, ബേസനിലാണെങ്കിൽ വെള്ളം കിട്ടണില്ല. അപ്പോൾ എന്തിനു വേണ്ടിയ പഞ്ചായത്ത് ഇങ്ങനെ ഒരു ബിൽഡിങ് പണിതിട്ടിട്ട് ഇത്രയും കാശ് മുടക്കിയിട്ട് നമുക്കൊരു ഉപകാരമില്ലാത്തൊരു സംഭവം ചെയ്യണേ. ഇത്ര വലിയൊരു പരിപാടി കൊടകര നടന്നിട്ട് ആ ബാത്റൂം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് എന്താ കുഴപ്പം? കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൊടകര ഗാന്ധിനഗറിലും കൊടകര ജംഗ്ഷനിലും മേൽപ്പാലം ജംഗ്ഷനിലും ഈ ടോയ്ലറ്റുകളും സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇവയും വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന അധികൃതരുടെ യോഗത്തിൽ കൊടകര ഷഷ്ഠിയോടനുബന്ധിച്ച് പൊതു ശൌചാലയം തുറന്നുകൊടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഷഷ്ഠിയുടെ തലേദിവസം കൂടിയ RTO യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് തന്നതാണ് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന്. ആ യോഗത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും CI അടക്കമുള്ള വിവിധ NGOs ഉണ്ടായ യോഗത്തിലാണ് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ആ വാക്ക് പോലും പാലിക്കാൻ നമ്മുടെ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് സാധിച്ചിട്ടില്ല. സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ജനങ്ങളെത്തുന്ന കൊടകര ഷഷ്ഠി പോലുള്ള ആഘോഷ ദിവസങ്ങളിൽ പൊതു ശൌചാലയം അടച്ചിടുന്നത് പൊതുജനങ്ങളോട് ചെയ്യുന്ന കടുത്ത അവഗണനയാണെന്ന് നാട്ടുകാർ പറയുന്നു. തൃശൂർ ജില്ലയിലെ ചാലക്കുടി മണ്ഡലത്തിലെ കൊരട്ടി ബസാർ റോഡിലെ ലെവൽ ക്രോസ് നമ്പർ 56 ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിലേക്കായി നിർമ്മിച്ച ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു.
കൊരട്ടി ബസാർ റോഡിലെ ലെവൽ ക്രോസ് നമ്പർ 56 പകരമായി ചിറങ്ങര റെയിൽവേ മേൽപ്പാലം 298 മീറ്റർ നീളത്തിലും 2 ലൈൻ റോഡും ഫുട്പാത്തും ഉൾപ്പെടെ 10.15 മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സാങ്കേതിക വിദ്യയിൽ കണ്ടിന്യൂസ് സ്പാൻ സ്ട്രക്ചർ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിന്റെ അപ്രോച്ച് ഭാഗത്ത് 25.5 മീറ്റർ നീളത്തിലുള്ള 3 സ്പാനുകളും 17.95 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും 17.2 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും 2 എംബാങ്ക്മെന്റുകളും RBDCKയാണ് നിർമ്മിച്ചത്. 33.4 മീറ്റർ നീളമുള്ള റെയിൽവേ സ്പാന്റെ ഫൗണ്ടേഷൻ, സബ്സ്ട്രക്ചർ എന്നിവ RBDCKയും ഗർഡർ, സ്ലാബ് എന്നിവ റെയിൽവേ നേരിട്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. മേൽപ്പാലത്തിന് പുറമെ റോഡിനിരുവശത്തും ഓട, ഫുട്പാത്തോടുകൂടിയ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് സോളാർ പാനലുകളും ബാറ്ററികളും ഉപയോഗിച്ചുള്ള ലൈറ്റിംഗ് ആണ് പാലത്തിന് നൽകിയിട്ടുള്ളത്. കൂടാതെ പാലത്തിന്റെ അടിയിലുള്ള ഭാഗവും ഉപയോഗക്ഷമമാക്കിയിട്ടുണ്ട്. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹന്നാൻ MP, RBDCK മാനേജിംഗ് ഡയറക്ടർ S. സുഹാസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യം തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ റെയിൽവേ മേൽപ്പാലങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ റെയിൽവേ ഓർബിറ്റ് പ്രവർത്തികൾ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് കൂടുതൽ എണ്ണം പൂർത്തീകരിക്കപ്പെടുന്നത് ഇപ്പോഴാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മറ്റത്തൂർ മുപ്ലിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. കളത്തിങ്കൽ ഡേവിസിന്റെ 200 വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത ഡേവിസിന്റെ 600 വാഴകളോളം ഇതിന് മുൻ ദിവസങ്ങളിലും ആനക്കൂട്ടം കയറി നശിപ്പിച്ചിരുന്നു. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിലും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന ഡേവിസിന്റെ വാഴത്തോട്ടത്തിലും കാട്ടാനകൾ മുൻ ദിവസങ്ങളിൽ എത്തിയിരുന്നു. ഇതേ തുടർന്ന് അവിടെ നിന്നും കൃഷി ഉപേക്ഷിച്ചു പോരുകയായിരുന്നു. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പോകുന്നതല്ലാതെ ഒന്നും ചെയ്യാനില്ലാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ. കർഷകരുടെ ഈ ദുരിതത്തിൽ MLAയും MPയും ഗൌരവമായി ഇടപെടണമെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ട നമ്മുടെ MLAയും MPയും വനം മന്ത്രിയും അറിയുന്നതിന് പാവപ്പെട്ട കർഷകരുടെ ജീവിതം ഇവിടെ നിങ്ങളുടെ ആന, അങ്ങനെ തന്നെ പറയും, കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ആന സാധാരണ കർഷകരെ ദ്രോഹിച്ചുകൊണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പാതയായ മലയോര ഹൈവേ കേരളത്തിന്റെ പ്രതീക്ഷയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. റോഡ് വികസനത്തിൽ ഈ സർക്കാർ വലിയ മുന്നേറ്റം നടത്തിയെന്നും മികച്ച നിലവാരമുള്ള റോഡുകളാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലയോര ഹൈവേയുടെ ജില്ലയിലെ 3ാം റീച്ചിന്റെയും ചാത്തൻ മാസ്റ്റർ റോഡിന്റെ 2ാം റീച്ചും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബെന്നി ബെഹന്നാൻ MP, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VB അശ്വതി, KP ജെയിംസ്, അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ, അമ്പിളി സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ, കോടശ്ശേരി, അതിരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് വെള്ളിക്കുളങ്ങര മുതൽ കോർമല, രണ്ടുകൈ, ചായ്പൻകുഴി, വെറ്റിലപ്പാറ 13 ജംഗ്ഷൻ വഴി വെറ്റിലപ്പാറ വരെ 18.35 കിലോമീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിലാണ് നിർമ്മാണം. ഇതിനായി 124.69 കോടി രൂപയുടെ സാങ്കേതികാനുമതിയും ലഭിച്ചു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പദ്ധതിക്ക് 2016-17 ഭരണാനുമതി ലഭിച്ചിരുന്നു. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പ്രവൃത്തിയുടെ നിർവഹണ ചുമതല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 1251 കിലോമീറ്റർ ദൂരത്തിൽ 13 ജില്ലകളിലൂടെ മലയോര ഹൈവേ കടന്നുപോകും. ഇതിൽ തൃശൂർ ജില്ലയിലെ 3ാം റീച്ചിലാണ് കേരളത്തിൽ ആദ്യമായി മലയോര ഹൈവേക്കായി നിർമ്മിതികൾ പണം നൽകി ഭൂമി ഏറ്റെടുക്കുന്നത്. കൊടകര, കോടശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് 9.150 കിലോമീറ്റർ നീളം വരുന്ന പുത്തുക്കാവ്, കനകമല, മേച്ചിറ, ചാത്തൻ മാസ്റ്റർ റോഡ്, പൊതുമരാമത്ത് റോഡിന് 8.98 കോടി രൂപയുടെ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചിട്ടുണ്ട്. പദ്ധതി പൂർത്തിയാക്കിയ ഇടങ്ങളിലെ അനുഭവം വലിയ മാറ്റമാണ്. ജനങ്ങൾ വലിയ സന്തുഷ്ടരാണ്. വലിയ നിലയിൽ ആ മാറ്റം കാണാനുണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിൽ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നീട് പോയിരുന്നു. അപ്പോഴൊക്കെ ഉണ്ടായ അനുഭവമാണ് സൂചിപ്പിക്കുന്നത്. റോഡിന്റെ നിർമ്മാണം തന്നെ ഡിസൈൻഡ് റോഡ് എന്നുള്ള നിലയിലാണ്. BMNBC നിലവാരത്തിൽ നിലനിൽക്കുന്ന റോഡുകളാണ് നിർമ്മിക്കുന്നത്. എല്ലായിടത്തും ഡ്രെയിനേജ് സംവിധാനം ഒരുക്കാൻ ശ്രമിക്കുന്നു. ഭൂരിഭാഗ സ്ഥലത്തും ഡ്രെയിനേജ് ഉണ്ട്.
മലയോര മേഖലയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മലയോര. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ചിത്രകലയിൽ മികച്ച നേട്ടവുമായി മിത്രവിന്ദ. ഓയിൽ പെയിന്റിംഗിൽ എ ഗ്രേഡ് 1 സ്ഥാനവും പെൻസിൽ ഡ്രോയിംഗിൽ എ ഗ്രേഡ് 2 സ്ഥാനവും ജലച്ഛായത്തിൽ എ ഗ്രേഡും കരസ്ഥമാക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത നേടി. കൊടകര സെന്റ് ഡോൺ ബോസ്കോ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മിത്രവിന്ദ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,115 രൂപ, പവന് 56,920 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർണ്ണനാദ താളലയ വിസ്മയം തീർത്ത് കൊടകര ഷഷ്ഠി ആഘോഷിച്ചു. കൊടകരയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ പൊതു ശൌചാലയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടില്ലെന്ന് ആക്ഷേപം. മലയോര ഹൈവേ കേരളത്തിന്റെ പ്രതീക്ഷയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മറ്റത്തൂർ മുപ്ലിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.